എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബൊൽമയും മൊട്ടപ്പനും അവർ രണ്ടുപേരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു മൂന്നാമത്തെ ബോക്സ് അത് തുറന്നിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരു വലിയ താക്കോൽ കണ്ടെത്താൻ കഴിയും. അവർ ആ താക്കോൽ ഉപയോഗിച്ച് വലിയ ശില്പത്തിന്റെ അടിയിലുള്ള ആ ഒരു കീ ഹോള് അത് ഓപ്പൺ ചെയ്യുകയാണ്. അടുത്ത നിമിഷം ആ ഒരു ശില്പത്തിന്റെ വായിലൂടെ ഒരുപാട് അമൂല്യങ്ങളായ രത്നങ്ങൾ, സ്വർണങ്ങൾ അതെല്ലാം തന്നെ ആ ബോക്സിലേക്ക് വന്ന് വീഴും. ബൊൽമയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ഇന്നു മുതൽ നമ്മൾ പണക്കാരാണ്, നമ്മുടെ ദാരിദ്ര്യം അതൊക്കെ തീരാൻ പോവാണ്, നമ്മൾ ഇന്നു മുതൽ ലക്ഷൂറിയസ് ലൈഫ് അത് നയിക്കും. അപ്പോഴായിരിക്കും അവർക്കൊരു വെല്ലുവിളിയുമായിട്ട് ടെൻ ബ്ലൂ അവൻ ആ കാര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കി ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വരിക. നിങ്ങൾക്ക് രണ്ടുപേർക്കും തെറ്റിപ്പോയി, ഇത് നിങ്ങൾക്കുള്ളതല്ല, ഞങ്ങളുടെ ആർമി ടീമിനുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആ ഡ്രാഗൺ ബോൾസ് കൂടെ എനിക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങളെ ജീവനോട് കൂടെ ഞാൻ പറഞ്ഞയക്കാം, അതല്ല എങ്കിൽ നിങ്ങളെ ഞാൻ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ് ഓഫീസറാണെങ്കിൽ ഇപ്പൊ ബുൽമയെയും മൊട്ടപ്പനെയും വെല്ലുവിളിക്കും. മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഓൾറെഡി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ നമ്മുടെ മൊട്ടപ്പൻ അവൻ ക്യാഷ്വലായിട്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ആക്ഷനും ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ് അട്ടിയിടി ബഹളം. പക്ഷേ മൊട്ടപ്പൻ കരുതിയതുപോലെ ആ ഓഫീസറിന് അത്ര ഈസി ആയിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. മൊട്ടപ്പന്റെ നല്ല പഞ്ചുകൾ ഓഫീസറിന് കിട്ടുമെങ്കിലും അവനവന്റെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ഇപ്പൊ മൊട്ടപ്പനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ മൊട്ടപ്പനെ ചവിട്ടി തെറിപ്പിച്ച് വലിയൊരു കല്ലെടുത്ത് അവന്റെ നേർക്കിടാനായിട്ട് ഒരുങ്ങും. ആണെങ്കിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് അവനെ ഒന്നും ചെയ്യരുത്, നിനക്ക് ആവശ്യം ആ 2 ഡ്രാഗൺ ബോൾ അല്ലേ, അത് ഞാൻ തരാം, പകരമായിട്ട് അവന്റെ ജീവൻ എനിക്ക് തരണം. അതിനാ ഓഫീസർ പറയും, ഓൾറെഡി നിനക്ക് ഞാൻ ഒരു ഓഫർ തന്നതാണ്, പക്ഷേ നീ അത് നിരസിച്ചു, അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളെ കൊന്ന് അത് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞ് വലിയൊരു പാറ ഇപ്പൊ മൊട്ടപ്പന്റെ ദേഹത്തിടാൻ റെഡിയായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഗോകു അവനവിടേക്ക് ഫ്ലൈ ചെയ്ത് വരിക. ബൊൽമയ്ക്കാണെങ്കിൽ അവനെ കണ്ട് ഭയങ്കര സന്തോഷം. ഗോകു നീ വന്നോ, എത്രയും വേഗം ഇവനെ തോൽപ്പിച്ച് നമ്മുടെ മൊട്ടപ്പനെ രക്ഷിക്ക്. ഇവിടെ മൊട്ടപ്പനാണെങ്കിലും ഗോകുവിനെ കണ്ട് ഭയങ്കര സന്തോഷം. പക്ഷെ ആ സോൾജിയർ, ആ ഓഫീസർ ആളാണെങ്കിൽ ഇപ്പൊ അവനെ കണ്ട് ഷോക്ക് ആവുകയാണ്. അവർ വെല്ലുവിളിക്കുന്ന അതേ സമയം തന്നെ ആ ബിൽഡിങ്ങുകൾ അതങ്ങനെ കിടുങ്ങി വരച്ച് മുഴുവനായിട്ടും താഴേക്ക് വിടാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ ആ ഓഫീസറിനോട് പറയും, നീ ഇത്രയും നേരവും ഫ്രണ്ട്സുകളെ ഉപദ്രവിച്ചു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞ് ഗോകു ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. ഇവിടെ ആ ഒരു ഓഫീസറാണെങ്കിൽ വമ്പൻ ആക്ഷനും സ്റ്റൈലും ഒക്കെ ഇട്ട് ഇപ്പൊ അവന്റെ ബോഡി ജയന്റാക്കി മാറ്റും. പവർ എന്താണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വരും. ആ സമയത്ത് ബുൽമയാണെങ്കിൽ ഓടി വന്ന് ഗോകുവിനോട് പറയും, നീ ഇത് കാണുന്നില്ലേ, ഈ ബിൽഡിംഗ് അത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളിവിടെ വെറുതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ തലയിൽ വീഴും. അവളിത് പറയുന്ന ഗ്യാപ്പിൽ ആ നേവി ഓഫീസറാണെങ്കിൽ ഗോകുവിനെ അടിച്ച് ആ ബോക്സിലേക്ക് തെറിപ്പിക്കും. ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കായി ഓടി വന്ന് ഗോകുവിനോട് ക്ഷമ പറയാണ്. ഗോകു അവളെ ഒരു ഭാഗത്തേക്ക് മാറ്റി ഇപ്പൊ അവൻ നേവി ഓഫീസറിന്റെ അടുത്തേക്ക് വന്ന് ഇപ്പൊ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടി ബഹളം. ഗോകുവിന്റെ ഓരോ അട്ടിയും ഇടി പോലെ ആ സോൾജിയറിന്റെ ദേഹത്ത് വന്ന് വീണ് അവൻ അട്ടിച്ചു വീഴുകയാണ്. എന്തുപറ്റി, ഇത്ര വേഗം നീ തോൽവി സമ്മതിച്ചോ ചോദിച്ച് ഗോകു ക്യാഷ്വലായിട്ട് നിൽക്കും. മറ്റുള്ളവരെ ചൊറിഞ്ഞാൽ എങ്ങനെയിരിക്കുന്നു പറഞ്ഞ് ഗോകു ആണെങ്കിൽ അവനെ നാക്കൊക്കെ കാണിച്ച് കോക്കറി കാണിക്കുകയാണ്. അടുത്ത നിമിഷം അവൻ വേദന കൊണ്ട് പതിയെ എഴുന്നേൽക്കും. നിന്റെ ഇടിയിൽ എന്റെ പഞ്ച് പോയി, ഇനി എന്റെ യഥാർത്ഥ പവർ അത് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോവാണെന്ന് പറഞ്ഞ് ആ ഓഫീസറാണെങ്കിൽ അവന്റെ മസിലൊക്കെ പെട്ടപ്പിച്ച് ഒരു പ്രത്യേകതരം പവർ അതങ്ങനെ റിലീസ് ചെയ്യും. ബുൽമയാണെങ്കിൽ വിളിച്ചു പറയും, ഗോകു ഓടിക്കോ, അവനൊരു സ്പെഷ്യൽ പവർ അത് ഇജക്ട് ചെയ്യാൻ പോവാണ്, ആ പവർ ഉപയോഗിച്ചാണ് അവൻ മൊട്ടപ്പനെ ഫ്രീസ് ചെയ്തത്. അവളത് പറയേണ്ട താമസം ആ ഒരു ഓഫീസർ അവന്റെ ആ സ്പെഷ്യൽ പവർ ഇത് മുഴുവനായിട്ടും പുറത്തേക്ക് റിലീസ് ചെയ്ത് അതിൽ ഗോകു ലോക്ക് ചെയ്യുകയാണ്. അടുത്ത നിമിഷം ഗോകു അവൻ ആ പവറിൽ പെട്ട് ലോക്കായിട്ട് നിൽക്കും. ഓ നോ, എനിക്ക് എന്റെ കൈയും കാലും ഒന്നും അനക്കാൻ കഴിയുന്നില്ല. മൊട്ടപ്പനാണെങ്കിൽ ആ കാഴ്ച കണ്ട് അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. ഇവിടെ നേവി ഓഫീസർ അവൻ ഹായ് ആയിട്ട് ചിരിക്കും. ഇപ്പൊ നിനക്ക് എന്നെ വെല്ലുവിളിക്കാൻ തോന്നുന്നുണ്ടോ, ഇനി നമുക്ക് ഗെയിം ആവാന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരും. ഗോകു ആണെങ്കിൽ അപ്പോഴും തീർത്തു പറയും, എനിക്ക് നിന്നെ യാതൊരു പേടിയില്ല. അത് കേട്ട് കലിയിളകിയ ആ നേവി ഓഫീസർ ഗോകുവെ ആഞ്ഞു തൊഴിക്കും. അവൻ തെറിച്ചുപോയി ഒരു പാറയിൽ അടിച്ച് താഴേക്ക് വീഴുകയാണ്. എന്നിട്ടും അവന്റെ കലി തീരാതെ വീണ്ടും ഗോകുവിനെ ചവിട്ടി ദൂരേക്ക് തെറിപ്പിക്കും. ഗോകുവിനാണെങ്കിൽ നല്ല രീതിയിൽ ഹേർട്ടാവും. അവന്റെ ഓരോ ഭാഗങ്ങളായിട്ട് മുറിഞ്ഞ് ചോര തുളുമ്പും. ബുൽമയാണെങ്കിൽ മുകളിലേക്ക് നോക്കും. ആ ഒരു റൂഫ് അത് മുഴുവനായിട്ട് ഇടിയാണ്. വലിയൊരു പീസ് അവൾക്ക് നേരെ വരും. അവൾ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് രക്ഷപ്പെട്ട് മാറുകയാണ്. ഇവിടെ നേവി ഓഫീസർ ആളാണെങ്കിൽ ഗോകുവെ തല്ലി കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം ഒരു ക്യാപ്സ്യൂള് അത് പുറത്തേക്കിട്ട് ഗണ്ണാക്കി മാറ്റും. ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇനി നിങ്ങൾ ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവൻ ആ ഗണ്ണാണെങ്കിൽ ഇപ്പൊ ഗോകുവിന് നേരെ നീട്ടും. അത് കണ്ട് ബുൽമയാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് അവനെ കൊല്ലരുത്, നിനക്ക് ആവശ്യം ആ ഡ്രാഗൺ ബോളല്ലേ, അത് ആ മൂലയ്ക്കുണ്ടെന്നാണ് ആ റഡാറിൽ കാണിക്കുന്നത്. അത് കേട്ട് ആ നേവി ഓഫീസറിന് ഭയങ്കര സന്തോഷം. താങ്ക് യു വെരി മച്ച്. മരിക്കുന്നതിന് മുൻപ് നിങ്ങളൊരു നല്ല കാര്യം
അത് ചെയ്തു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും ഗോകുവിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങും. അത് കണ്ട് മൊട്ടപ്പനും ബുൽമയും അവർ രണ്ടുപേരും പറയും, നീ എന്തായി ചെയ്യണേ, നിനക്ക് ആവശ്യമായത് ഞങ്ങൾ പറഞ്ഞു തന്നില്ലേ, ഇനിയെങ്കിലും ഗോകുവിനെ വിട്ടുകൂടെ. അതിനവൻ അവരെ നോക്കി പരിഹസിച്ച് ചിരിച്ച് ഗോകുയെ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങും. അടുത്ത നിമിഷം ഒരു എലി അത് അവന്റെ കാലിന്റെ ഇടയിലൂടെ ഓടുകയാണ്. എലിയെ കണ്ട് പേടിച്ച് അവന്റെ കയ്യിലെ ഗണ്ണ് അത് താഴെ പോവും. ഗോകു ആണെങ്കിൽ അവന്റെ ആ പവറിൽ നിന്ന് മോചിതനായി നോർമലായി മാറുകയാണ്. ഗോകു അവനെ നോക്കി ചിരിച്ച്, അത് വെറും ഒരു എലിയാണ്, അതിന് നിനക്ക് ഇത്രയും പേടിയാണോ എന്ന് ചോദിക്കും. നേവിക്കാരനാണെങ്കിൽ പേടിച്ച് വരച്ചു നിൽക്കുന്ന ആ സമയം ഗോകു അവനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. ബുൽമ വിളിച്ചു പറയും, ഗോകു ഒരു കാരണവശാലും അവനെ വിടരുത്, തല്ലിക്കൊല്ല്. വീണ്ടും നേവി ഓഫീസർ ആണെങ്കിൽ അവന്റെ പവർ എടുക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം നമ്മുടെ ഗോകു അവൻ ചാടി വന്ന് രണ്ട് വിരൽ ഉപയോഗിച്ച് ആ നേവി ഓഫീസറിന്റെ കണ്ണിൽ ആഞ്ഞു കുത്തും. ഓ നോ, എന്റെ കണ്ണ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് വല്ലാത്തൊരു സുഖം. ഗോകു ആണെങ്കിൽ ആ ഒരു ഓഫീസറിനെ പിടിച്ച് വലിച്ച് അച്ചറം പച്ചറം തല്ലി തല്ലി അങ്ങനെ കൊല്ലുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം നേവി ഓഫീസറിന്റെ കഥ കഴിഞ്ഞു. ഇനി എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് ബോൽമ പറയും. അടുത്ത നിമിഷം ആ ഒരു ബിൽഡിങ്ങും സ്ഥലവും മുഴുവനായിട്ടും കെട്ടിങ്ങി വിറക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ അല്ലെങ്കിൽ താഴേക്ക് വിടാനായിട്ട് ആരംഭിക്കും. ആ ബിൽഡിങ്ങിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇടിഞ്ഞിടിഞ്ഞ് വീഴുകയാണ്. ആ ഒരു ശില്പം അത് മൊത്തത്തിൽ തകർന്ന് അതിന്റെ അകത്തുണ്ടായിരുന്ന അമൂല്യങ്ങളായ വസ്തുക്കളെല്ലാം തന്നെ പുറത്തേക്ക് തെറിച്ച് വീഴും. ബുൽമയാണെങ്കിൽ ആവേശത്തിൽ അത് എടുക്കാനായിട്ട് ഓടും. അടുത്ത നിമിഷം ആ ഒരു ഭാഗം രണ്ടായിട്ട് പിളർന്നു പോകും. ബുൽമയാണെങ്കിൽ കാല് വഴുതി അതിന്റെ ഇടയിലേക്ക് വീഴുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പേടിയോടുകൂടെ അവിടേക്ക് ഓടിയെത്തും. അടുത്ത നിമിഷം അവൾ അതിന്റെ ബ്രിമ്മിൽ പിടിച്ചു തൂങ്ങി ഉള്ളിലേക്ക് കയറി വരും. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ അസറ്റ്സും ഡ്രാഗൺ ബോളും അതൊന്നും നമുക്ക് എടുക്കാനാവില്ല. എത്രയും വേഗം ഈ ഒരു സ്ഥലം പൂർണ്ണമായിട്ടും കൊളാപ്സ് ആവുന്നതിന് മുൻപ് നമുക്ക് പുറത്തെത്തണം, വേഗമായോ നമുക്ക് ഓടിപ്പോവാന്ന് പറയും. പക്ഷെ ഗോകു ആണെങ്കിൽ ആ ഡ്രാഗൺ ബോൾ എവിടെയാണ് ചോദിക്കും. എന്റെ മുത്തച്ഛൻ്റെതായിരിക്കും, എനിക്ക് ഒരു കാരണവശാലും അതില്ലാതെ വരാൻ കഴിയില്ല എന്ന് പറയും. അതിന് ബുൽമയാണെങ്കിൽ അതിരിക്കുന്ന ഭാഗം കാണിച്ചു കൊടുക്കുകയാണ്. അടുത്ത നിമിഷം ഗോകു ആ വെള്ളത്തിലേക്ക് അങ്ങനെ എടുത്തു ചാടും. ബുൽമയും മൊട്ടപ്പനും അവർ രണ്ടുപേരും വന്ന വഴി തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ ആ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് അവരുടെ പിന്നാലെ വരും. ഇവിടെ ഗോകു അവൻ ഒരുപാട് ആഴങ്ങളിലേക്ക് പോയി ഒരുപാട് അസറ്റ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. അവൻ ചുറ്റും നോക്കും, വലിയൊരു ബോക്സ്. അവൻ ആ ഭാഗം എടുത്ത് ആ ബോക്സ് എടുത്ത് മാറ്റുമ്പോഴായിരിക്കും അതിന്റെ തൊട്ടു പുറകിലായി ഒരു അസ്ഥികൂടത്തിന്റെ വായിൽ ആ ഒരു ഡ്രാഗൺ ബോൾ ഇരിക്കുന്നത് കാണുക. ഗോകു അവന്റെ ഫുൾ ശക്തിയിൽ അത് പിടിച്ചു വലിച്ച് ആ തലയോട്ടി തന്നെ തകർത്ത് ഇപ്പൊ ആ ഡ്രാഗൺ ബോൾ കയ്യിലെടുക്കും. അവനാണെങ്കിൽ ശ്വാസം മുട്ടി ഓൾമോസ്റ്റ് അവന്റെ ലിമിറ്റ് എത്തിയിരിക്കുകയാണ്. വമ്പം ഫോഴ്സിൽ അവൻ മുകളിലേക്ക് സ്വിം ചെയ്ത് ജസ്റ്റ് മിസ്സിന് അവൻ മുകളിലേക്ക് എത്തും. അവൻ ശ്വാസം വലിച്ചു വിടും. പക്ഷെ എന്താ, ആ ബിൽഡിംഗ് മുഴുവനായിട്ടും ഇടിഞ്ഞു വീണുകൊണ്ടേ ഇരിക്കുകയാണ്. എത്രയും വേഗം പുറത്തു പോയിട്ടില്ല എങ്കിൽ അവൻ അതിന്റെ ഉള്ളിൽ കിടന്നു മരിക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ മുട്ടപ്പനും പൊൽമയും അവർ വന്ന വഴി പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. പക്ഷെ ഈ ബിൽഡിംഗ് മുഴുവൻ ഇടിഞ്ഞു വീണ് അവരുടെ വഴി അത് ബ്ലോക്ക് ആവുകയാണ്. അവർ ചുറ്റും നോക്കും. അവർക്ക് അതിന്റെ നടുവിലായിട്ട് ഒരു ചെറിയ സബ്മറൈൻ കാണാനായിട്ട് കഴിയും. മൊട്ടപ്പനാണെങ്കിൽ അതിന്റെ കയറഴിക്കും. ബുൽമ ആണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ അതിൽ കയറി നിൽക്കും. നമുക്ക് അല്പസമയം വെയിറ്റ് ചെയ്യാം, തീർച്ചയായിട്ടും ഗോകു അവനിവിടെ എത്താതിരിക്കില്ല എന്ന് അവർ പരസ്പരം പറയും. അതേസമയം ഗോകു ആണെങ്കിൽ ചുറ്റും നോക്കും. അവൻ എന്തിനോ ഒന്നിനെ അവനാണെങ്കിൽ അവിടെയുള്ള ബോക്സുകളെല്ലാം തന്നെ തുറന്നു നോക്കുകയാണ്. അവനാണെങ്കിൽ എന്തിനെയോ ഒന്നിനെ അന്വേഷിക്കുകയാണ്. അത് മറ്റൊന്നിനെയോ അല്ല, അവനെ രക്ഷിച്ച ആ എലിയെ. അവൻ ഒരുപാട് നേരം അന്വേഷിച്ചതിന് ശേഷം ആ എലിയെ കണ്ടെത്തി അവന്റെ വായ്ക്കകത്താക്കി പുറത്തേക്ക് ഓടുകയാണ്. അതേസമയം ആ സോൾജിയർ കണ്ണു തുറക്കും. അവൻ ചുറ്റും നോക്കും. അവന് ചുറ്റും വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് അസറ്റ്സ്. യാഹോ, ഇത് മുഴുവൻ എനിക്കാണെന്ന് പറഞ്ഞ് അവനത് വാരിയെടുക്കാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ആ ബിൽഡിങ്ങുകളെല്ലാം അവന്റെ ദേഹത്തേക്ക് ഇടിഞ്ഞു വീഴുകയാണ്. ഇവിടെ ബുൽമയും മൊട്ടപ്പനും അവർ രണ്ടുപേരും ഗോകുവിന് ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ദൂരത്തായിട്ട് ഗോകു അവൻ അങ്ങനെ ഉഷാറായിട്ട് ഓടി വരും. ബുൽമയാണെങ്കിൽ ടെൻഷനായി ഇപ്പൊ മൊട്ടപ്പനോട് ദേഷ്യപ്പെട്ട് പറയും, നമ്മൾ ഇനിയും ഗോകുവിന് വേണ്ടി കാത്തിരുന്ന തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും മരണപ്പെടും. ഗോകുവിന് പവറുണ്ട്, തീർച്ചയായിട്ടും നമുക്കിപ്പോ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാന്ന് പറഞ്ഞ് അവൾ ആ ഡോർ അടയ്ക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമം തോന്നും. അവൻ തടയാൻ ശ്രമിക്കും. പക്ഷേ ഉമ്മയ്ക്ക് മുൻപിൽ വേറെ വഴിയില്ലാതെ അവൾ ആ സബ്മറീൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ബിൽഡിങ്ങുകളെല്ലാം ഒന്നൊന്നായിട്ട് ഇടിഞ്ഞു വീഴും. ഗോകു ആണെങ്കിൽ ആ എലിയെയും ഡ്രാഗൺ ബോളെ എടുത്ത് അവന്റെ ഫുൾ വേഗതയിൽ ഓടി അടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.